ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പ്ലം കേക്കിന് ആവശ്യമായ മസാലക്കൂട്ടും ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങുമാണ് ചെയ്യാൻ പോകുന്നത്. മസാലക്കൂട്ടിന് ആവശ്യമായ സാധനങ്ങൾ: 50 ഗ്രാം ഗ്രാമ്പു, 50 ഗ്രാം ഏലക്ക, 50 ഗ്രാം കറുവപ്പട്ട, 50 ഗ്രാം ജാതിക്ക. ഇതെല്ലാം തുല്യ അളവിൽ ആയിരിക്കണം എടുക്കേണ്ടത്. 10 ഗ്രാം ആയാലും നമ്മൾ തുല്യ അളവിലാണ് എടുക്കേണ്ടത്. ഇത് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഏലക്കായുടെ തോട് കളഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഒരു 5-6 അല്ലി തോട് കളയാതെയും അതിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. എല്ലാം കൂടെ ഒരു ചട്ടിയിലോട്ടിട്ട് നമുക്ക് ജാതിക്ക ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഒരുപാട് വറുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. വെയിൽ ഉണ്ടെങ്കിൽ വെയിലത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇത് നമ്മൾ ഒരുപാട് വറുത്താൽ അതിൻ്റെ മണം എല്ലാം പോകും. അതുകൊണ്ട് നമുക്ക് വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. വെയിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നത്. ചെറുതായിട്ട് ചട്ടി ചൂടാക്കി ഒത്തിരി ഒന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാട് വറുക്കണ്ട. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഈ പൊടി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇത് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഇത് ഒരുപാട് നാൾ പാഴിപ്പോകാതെ തന്നെ ഇരിക്കും. ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ കണ്ടെയ്നറിലോട്ട് മാറ്റാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാറ്റാവുന്നതാണ്. ഇതാണ് ആ പൊടി. ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങിന് ആവശ്യമായ ഈത്തപ്പഴം കുരു കളഞ്ഞ് അരിഞ്ഞെടുക്കാം. കുരു ഇല്ലാത്തതും കിട്ടും. അത് അത്ര സേഫ്റ്റി അല്ല. വായിൽ വെച്ച് കടിച്ചിട്ടാണ് അവർ കുരു എടുക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടത്. അതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞത് വാങ്ങാറില്ല. നമ്മളിത് ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. എല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയ പാത്രം, വെള്ളം നനവ് ഒട്ടും പാടില്ല. എന്നാൽ നമ്മൾ സോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ഈ ഫ്രൂട്ട്സുകളെല്ലാം പൂത്തു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇത് ഈത്തപ്പഴം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ 1/2 കിലോ ചെറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250ൻ്റെ 2 കവറിൽ. അത് ഒന്ന് ചോപ്പറിൽ വെച്ച് നമുക്ക് ചോപ്പ് ചെയ്തിടാം. അരിഞ്ഞെടുക്കുമ്പം തോനെ സമയം എടുക്കും. അതുകൊണ്ട് ചോപ്പറിലോട്ടിട്ട് ചോപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. അതിന് ശേഷം പ്ലം കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് പ്ലമ്മേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 150 ഗ്രാം പ്ലം ഉണ്ടായിരുന്നു. അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ കളറൊക്കെ നല്ല കറുത്ത കളറൊക്കെ കൂടാൻ നല്ലതാണ്. പ്ലം ഇടുന്നത് കളറിന് നല്ലതാണ്. ശേഷം 1/2 കിലോ ടൂട്ടി ഫ്രൂട്ടി ഇടണം. അത് 3 കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്: ചുമപ്പ്, പച്ച, മഞ്ഞ. പിന്നെ 250 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ്, മിക്സഡ് ഫ്രൂട്ട്സാണ് എല്ലാം കൂടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും, ഇത് ഞാൻ ഉണക്കമുന്തിരി ഞാൻ ഇത് കഴുകി ഉണക്കി ഒന്നും കൂടി നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെച്ചിരുന്നതാണ്. അതും ചേർക്കാം. ചേർത്തിട്ടൊന്ന് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പം നല്ല കളർഫുള്ളായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
എല്ലാ കളറും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, കറുപ്പും എല്ലാം നന്നായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മലാസിൻ്റെ ഒരു പൈനാപ്പിൾ ക്രഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മുക്കാലോളം നമുക്കതിലേക്ക് ചേർക്കാം. അതിൻ്റെ നമുക്ക് കേക്കിൻ്റെ രുചി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇതിന് നമ്മൾ അല്ലാതെ പൈനാപ്പിൾ മിക്സിയിൽ അടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ പൂത്തു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ മലാസിൻ്റെ ഇത് വാങ്ങി ഇതിലേക്ക് ചേർത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറേശ്ശെ ഒഴിച്ചാണ്, എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷമാണ് അടുത്തത് ഒഴിക്കുന്നത്. ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ പിന്നെ അരിയേണ്ട ജോലിയൊന്നുമില്ല. നേരത്തെ എല്ലാം റെഡിയാക്കി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി 3 കപ്പ് റമ്മാണ് ഒഴിക്കേണ്ടത്. 3 കപ്പ് റമ്മ് ഒഴിച്ച് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഒരു 1.5 ടീസ്പൂണോളം ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മൊത്തത്തിൽ ചേർക്കുന്നില്ല, ബാക്കി ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ 1.5 ടീസ്പൂണാണ് ഇതിൽ ചേർത്തത്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വിളയിച്ചതും കൂടി അതിലേക്ക് ചേർക്കുന്നു. 250 ഗ്രാം ഇഞ്ചി വിളയിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇഞ്ചി ചേർക്കുന്നത് പ്ലം കേക്കിന് നല്ലൊരു രുചി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഒരിക്കലും നമ്മൾ ഇഞ്ചി വിളയിച്ചത് മിക്സ് ചെയ്യാൻ പാടില്ല. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് നട്ട്സ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇതിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഈത്തപ്പഴം 1/2 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇത് ഞാൻ ഓറഞ്ച് വിളയിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഇവിടെ വിളയിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കുന്നു. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി ഓറഞ്ച് വിളയിച്ചത് നമുക്ക് ഇളക്കി മൊത്തത്തിൽ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഇത്രയേ വാങ്ങിയുള്ളൂ, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്.
ഇനി നമുക്ക് ഇതൊരു നനവില്ലാത്ത ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചില്ല് കുപ്പിയിൽ അടച്ച് വെക്കാവുന്നതാണ്. ഇത് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കണം. ഇനി വേണമെങ്കിൽ കുറച്ച് റമ്മ് കൂടി നമുക്ക് ആവശ്യമാണെങ്കിൽ അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എൻ്റെ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.